പ്രാചീന കാലത്തും ആധുനിക കാലത്തും ലോക മഹാത്ഭുതങ്ങൾ നിരവധിയായിട്ടുണ്ട്. അതുപോലെ അത്ഭുതകരങ്ങളായ അനവധി ചരിത്ര സംഭവങ്ങളുമുണ്ട്. സ്വാഭാവിക യുക്തി കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ലെങ്കിലും പുരാവസ്തു ഗവേഷണങ്ങൾ കണ്ടെത്തിയ തെളിവുകൾ ഉള്ളതിനാൽ നിരാകരിക്കാൻ കഴിയാത്ത ഒരു മഹാത്ഭുതമുണ്ട്. ആ സംഭവത്തിൻ്റെ ഏടുകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൈവവഴികളിൽ നടക്കുന്നവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ ദൈവം അറിയാതെയല്ല. അവയ്ക്ക് പിന്നിൽ അവിടുത്തേക്ക് വ്യക്തമായ പദ്ധതികളുണ്ട്. ആ സാഹചര്യങ്ങളിൽ നമ്മെ പുറത്തെത്തിക്കുവാനുള്ള വഴികളും ദൈവം മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ആകയാൽ പ്രതിസന്ധികളെ സ്വന്തം ശക്തിയാൽ നേരിടുന്നതിന് പകരം ദൈവമുഖം അന്വേഷിക്കുകയും ദൈവാലോചന പ്രാപിക്കുകയുമാണ് ഒരു ദൈവവേദയിൽ ആദ്യമായി ചെയ്യേണ്ടത്. ചെങ്കടൽക്കരയിൽ ഇസ്രയേലിന് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തി ഒരു മനുഷ്യൻ്റെ ചിന്തകൾക്കും അപ്പുറമായിരുന്നു. പരിമിതികളില്ലാത്ത ആ സർവശക്തനിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ നേരിടുന്നത്? സാധാരണ ആളുകൾ രണ്ട് വിധത്തിൽ അത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കുന്നത് കാണാം. ഒന്നാമതായി, തങ്ങളെക്കൊണ്ടാവുന്ന വിധത്തിൽ പ്രശ്നപരിഹാരത്തിനായി പരിശ്രമിക്കുക. പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത് നിൽക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതുതന്നെ. ഒരു വശത്തു നിന്ന് നേരിടുവാൻ കഴിയാതെ വന്നാൽ മറുവശത്തേക്ക് മാറി നോക്കും. അതും സാധ്യമല്ലെങ്കിൽ വേറെ മാർഗം നോക്കും. ഒന്നും സാധിക്കുന്നില്ല എങ്കിൽ ഇരുന്ന് കരയും. പലരും വിഷാദരോഗത്തിന് അടിമയാകുന്നതും അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ മാർഗം, ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം പ്രവർത്തിക്കുവാൻ ക്ഷമയോടെ കാത്തിരിക്കും. നമ്മുടെ പരിശ്രമങ്ങൾ പലപ്പോഴും കൂടുതൽ കുഴപ്പങ്ങൾ മാത്രമേ സൃഷ്ടിക്കൂ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനത്താൽ ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടപ്പോൾ ഏറെ വൈകാതെ ആദ്യം അവരെ പോകാൻ അനുവദിച്ച ഫറവോൻ്റെ മട്ടുമാറി. ഇസ്രായേല്യർ പോയി കഴിഞ്ഞപ്പോഴാണ് അവരുടെ അഭാവത്തിൽ തങ്ങൾക്കുണ്ടാകുവാൻ പോകുന്ന അസൗകര്യങ്ങളും നഷ്ടങ്ങളും മിസ്രൈമ്യർ കണക്ക് കൂട്ടിയത്. അടുത്ത ദിവസം മുതൽ തങ്ങളുടെ ജോലി ചെയ്യുവാൻ ആളുകൾ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അത് തങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുകയും ചെയ്യും. അതിനു പുറമെ മിസ്രൈമ്യരെ കൊള്ളയടിച്ചിട്ടാണ് ഇസ്രായേല്യർ നാടുവിട്ടത്. പോയവർ അവരുടെ വഴിക്ക് പോകട്ടെ എന്ന് ഫറവോനും അവൻ്റെ ജനവും ചിന്തിച്ചില്ല. അതിനു പകരം ഫറവോനും സൈന്യവും ഇസ്രായേലിനെ പിന്തുടർന്ന് തോൽപ്പിക്കുവാൻ തീരുമാനിച്ചു. മഹാമാരികൾ മൂലം ഇതുവരെ ഉണ്ടായ നഷ്ടങ്ങളെക്കാൾ വലിയതാണ് ഇനിയും സംഭവിക്കുവാൻ പോകുന്നത് എന്ന് അവർ കണക്ക് കൂട്ടിയിരിക്കുക. ഏത് വിധേനയും അത് തടഞ്ഞേ പറ്റൂ. ഇതുവരെ ചെയ്തു കൂട്ടിയ തെറ്റുകളോട് ഇനിയും കൂട്ടുവാനാണ് മിസ്രൈമ്യർ ഇപ്പോൾ ഒരുങ്ങുന്നത്. തങ്ങൾക്ക് കഴിവും ആസ്തിയും ഉണ്ടെന്ന അഹങ്കാരം കൊണ്ടും ഇസ്രായേല്യർ രക്ഷപ്പെടുന്നതിലെ അസൂയ കൊണ്ടും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതിലെ ആനന്ദം കൊണ്ടും ഫറവോനും സൈന്യവും ഇസ്രായേലിനെ പിന്തുടർന്നു. ഈ പറഞ്ഞതൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നവ അല്ലായകയാൽ ദൈവം തന്നെ ഇറങ്ങി ഇസ്രായേലിനെ രക്ഷിക്കുകയും മിസ്രൈമ്യരെ ചെങ്കടലിൽ തള്ളിയിടുകയും ചെയ്തു. അതേസമയം മോശയുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും അവസ്ഥ നമുക്കൊന്ന് നോക്കാം. തങ്ങൾ നിസ്സഹായരെന്നും തങ്ങളുടെ ഒരു പരിശ്രമവും തങ്ങളെ രക്ഷിക്കയില്ല എന്നും മനസ്സിലാക്കിയ ഇസ്രായേൽ ജനം ആദ്യം പിറുപിറുത്തെങ്കിലും മോശ അവരെ ധൈര്യപ്പെടുത്തിയപ്പോൾ ദൈവത്തിൽ അവർ ആശ്രയിച്ചു. ഇസ്രായേൽ മക്കളുടെ പലായനം ആദ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വയത്തിൽ ആശ്രയിച്ച് പലതും നേടിയെടുക്കാമെന്ന് ചിന്തിച്ച് ഇറങ്ങിത്തിരിക്കുന്നവരാണ് പരാജയപ്പെടുന്നത്. എന്നെക്കൊണ്ട് യാതൊന്നും കഴിയുകയില്ല എന്നും ദൈവം സഹായിച്ചാൽ മാത്രമേ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കൂ എന്നും മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൽ വിജയിക്കും.
ഒരാളുടെ പരിശ്രമത്തെ അല്ല ഇവിടെ നിരാകരിക്കുന്നത്, മറിച്ച് ദൈവാശ്രയം കൂടാതെ എൻ്റെ ബുദ്ധിക്കും എൻ്റെ വികാരത്തിനും എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും യുക്തമെന്ന് തോന്നുന്നവ ചെയ്യുന്നതിനെയാണ് നിരാകരിക്കുന്നത്. തങ്ങളുടെ യുക്തിക്ക് ശരിയെന്ന് തോന്നുന്നതും തങ്ങൾക്ക് ഇഷ്ടമുള്ളതുമായ കാര്യങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നതായാലും സാരമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് സ്വയത്തിന് കീഴ്പ്പെട്ട് മുൻപോട്ട് പോകുന്നത്. എത്ര വില കൊടുക്കേണ്ടി വന്നാലും, എന്ത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും ദൈവകൽപ്പന അനുസരിക്കുന്നവരാണ് ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത്. ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നത് അഹങ്കാരം കൊണ്ടാണ്. അതത്ര മിസ്രൈമ്യർക്ക് സംഭവിച്ചത്. പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിൽ നിന്നും നാം ഇന്ന് അത് പഠിക്കുവാൻ പോവുകയാണ്. ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കും. പ്രതിബന്ധങ്ങൾ എത്ര വലുതായാലും ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസമാണ് ഒരു ദൈവവൈതലിൻ്റെ മൂലധനം. ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തി സുരക്ഷിതരായി അക്കരെ എത്തിച്ച ദൈവം തൻ്റെ മക്കളെയും തൻ്റെ മഹാശക്തിയാൽ കാത്തുരക്ഷിക്കും. ഒരു ദൈവപൈതൽ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് ആശ്രയിച്ച് മുൻപോട്ട് പോവുകയാണ് വേണ്ടതെന്ന് ഇസ്രായേൽ മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വിശദമാക്കുകയാണ് പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിൽ. അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽ സെഫോന് സമീപത്തുള്ള പീഹഹീരോത്തിനരികെ പാളയമിറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറക. അതിൻ്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം ഇറങ്ങണം. ഈ സ്ഥലങ്ങൾ എവിടെയാണെന്ന് വ്യക്തമായി പറയുവാൻ ഇന്ന് വിഷമമാണ്. എന്നാൽ അവ നൈൽ നദിക്കും ചെങ്കടലിനും ഇടയ്ക്കുള്ള സ്ഥലങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയും. ഇസ്രായേൽ മക്കളെ നിരീക്ഷിക്കുന്നതിന് ഫറവോന് ഒറ്റുകാരുണ്ടായിരുന്നു. 2.5 ദശലക്ഷം വരുന്ന ജനങ്ങളുടെ ഒന്നിച്ചുള്ള യാത്ര എങ്ങനെയായാലും രഹസ്യമായി നടക്കില്ലല്ലോ. ഇസ്രായേൽ മക്കൾ കടൽ തീരം വഴിയായി ഫലസ്തീനരുടെ ദേശത്തു കൂടി പോകുമെന്നായിരുന്നു ഫറവോനും അവൻ്റെ ആളുകളും പ്രതീക്ഷിച്ചത്. അവർ മരുഭൂമിയിലേക്ക് നീങ്ങിയപ്പോൾ അവർക്ക് വഴിതെറ്റിയെന്നും അവർ മരുഭൂമിയിൽ കുടുങ്ങി എന്നുമാണ് ഫറവോൻ വിചാരിച്ചത്. അവർ മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടരുമെന്ന് ദൈവം പറയുന്നു. മനസ്സില്ലാ മനസ്സോടെയാണ് അവൻ ഇസ്രായേൽ മക്കളെ പറഞ്ഞയച്ചത്. ദൈവം ഫറവോനോടുള്ള തൻ്റെ ഇടപെടൽ അവസാനിപ്പിച്ചിരുന്നില്ല. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും. ഞാൻ യഹോവ ആകുന്നു എന്ന് മിസ്രൈമ്യർ അറിയേണ്ടതിന് ഫറവോനിലും അവൻ്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. അവർ അങ്ങനെ ചെയ്തു. മിസ്രൈമ്യർ ആവശ്യത്തിന് കഷ്ടത അനുഭവിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കും. എന്നാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരുവാൻ അതിലും വലിയതൊന്ന് സംഭവിക്കുവാൻ പോവുകയാണ്. 5 മുതലുള്ള വാക്യങ്ങളിൽ, ജനം ഓടിപ്പോയി എന്ന് മിസ്രൈം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ജനത്തെ സംബന്ധിച്ച് ഫറവോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മനസ്സ് മാറി. ഇസ്രായേല്യരെ നമ്മുടെ അടിമവേലയിൽ നിന്ന് വിട്ടയച്ച് കളഞ്ഞുവല്ലോ, നാം ഈ ചെയ്തത് എന്ത് എന്നവർ പറഞ്ഞു. പിന്നെ അവൻ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രൈമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി. ഇസ്രായേൽ മക്കൾക്കെതിരെ മിസ്രൈമിൻ്റെ സൈന്യം 600 രഥങ്ങളുമായി നീങ്ങുന്നു. പാവപ്പെട്ട, നിസ്സഹായരായ, ചെറുത്തു നിൽക്കാൻ ശക്തിയില്ലാത്ത, പ്രത്യേകിച്ച് ഇത്രയധികം സ്ത്രീകളും കുഞ്ഞുങ്ങളും മൃഗങ്ങളും ഉൾപ്പെട്ട ഒരു ജനക്കൂട്ടത്തോട് ഇത്രമാത്രം രഥങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതത്രേ. അവർക്കവരെ ഭീതിപ്പെടുത്തി നശിപ്പിച്ച് കളയുവാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. 8 മുതൽ നാം കാണുന്നത്, യഹോവ മിസ്രൈം രാജാവായ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു. ഫറവോൻ്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രൈമ്യർ അവരെ പിന്തുടർന്നു. കടൽക്കരയിൽ ബാൽ സെഫോന് സമീപത്തുള്ള പീഹഹീരോത്തിന് അരികെ അവർ പാളയമിറങ്ങിയിരിക്കുമ്പോൾ അവരോട് അടുത്തു. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തലയുയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾക്ക് മുൻപിൽ ചെങ്കടൽ, പിൻപിൽ മിസ്രൈമ്യ സൈന്യം. അക്ഷരാർത്ഥത്തിൽ ഈ പാവപ്പെട്ട, ചെറുത്തു നിൽപ്പാൻ കഴിവില്ലാത്ത ജനങ്ങൾ കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ.
അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു പ്രതിസന്ധിയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഭയന്നുപോയ മനുഷ്യർ സഹായത്തിനായി യഹോവയോട് നിലവിളിക്കുന്നു. 11-ാം വാക്യത്തിൽ അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രൈമിൽ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളുടെ ഓർമ്മയ്ക്കായി വലിയ പിരമിഡുകൾ തലയുയർത്തി നിന്നിരുന്നു. മിസ്രൈമിൽ എല്ലായിടത്തും ശവക്കല്ലറകൾ ധാരാളം കാണാമായിരുന്നു. മിസ്രൈം ഒരു വിശാലമായ ശ്മശാന സ്ഥലമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നതെന്നാണ് ഇസ്രായേൽ മക്കൾ മോശയോട് ചോദിക്കുന്നത്. മരുഭൂമിയിൽ ഞങ്ങൾ കൊല്ലപ്പെടുമെന്ന് ഇസ്രായേലർക്ക് ഉറപ്പായി ചിന്തിക്കാമായിരുന്നു. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. മിസ്രൈം ദേശത്ത് വെച്ച് ഇസ്രായേല്യർ വിടുതലിനായി മുറവിളി കൂട്ടി. മിസ്രൈം വിട്ടുപോരുവാനുള്ള അവസരം ദൈവം അവർക്ക് ഉണ്ടാക്കിക്കൊടുത്തു. എന്നാൽ ഒരു പ്രതിസന്ധിയിലായ നിമിഷം അവർക്ക് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാനാണ് താല്പര്യം. തങ്ങൾ മരുഭൂമിയിൽ പട്ടുപോകുമെന്ന് അവർ ചിന്തിക്കുകയും അതിലും നല്ലത് മിസ്രൈമിലെ അടിമപ്പണി ആയിരുന്നുവെന്ന് അവർ ചിന്തിക്കുകയും ചെയ്തു. ഈ ജനത്തിന് വേണ്ടി ദൈവം എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ സഹായം കൂടാതെ അവർ നിസ്സഹായരും ആശയറ്റവരുമാണ്. അവർക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ ദൈവം പ്രവർത്തിച്ചെങ്കിലേ സാധിക്കൂ. ഈ സത്യം അവർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ഇസ്രായേൽ മക്കളെ പോലെയാണ്. നമ്മെക്കുറിച്ച് ഈ വിധമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നാം ജീവിക്കുന്ന ഈ ലോകം ആശയറ്റ സ്ഥലമാണ്. ഇതൊരു വലിയ ശ്മശാന ഭൂമിയാണ്. റോമലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. കഴിഞ്ഞ 5000 വർഷങ്ങളായി മനുഷ്യൻ ഭൗതികമായ പുരോഗതിയുടെ പാതയിലാണ്. എന്നാൽ അവൻ എവിടേക്കാണ് പോകുന്നത്? എവിടേക്കാണ് മുന്നേറുന്നത്? മനുഷ്യൻ ശവക്കുഴിയിലേക്കാണ് പ്രയാണം ചെയ്യുന്നത്. അങ്ങനെ പറയുന്നതും ചിന്തിക്കുന്നതും നമുക്കിഷ്ടമുള്ള കാര്യമല്ലെങ്കിലും അതല്ലേ വാസ്തവം. വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴും ഏറ്റവും പരിതാപകരമായ വിധം പരാജയപ്പെട്ടവനാണ് മനുഷ്യൻ. ദൈവത്തെ അറിയാത്ത മനുഷ്യൻ വാസ്തവത്തിൽ മരണത്തിലേക്കും പരാജയത്തിലേക്കും നീങ്ങിക്കൊണ്ടാണിരിക്കുന്നത്. ഇസ്രായേൽ മക്കളെ സൂക്ഷിച്ചു നോക്കുക. ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്കൊരിക്കലും വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ കഴിയുമായിരുന്നില്ല. അടിമത്തത്തിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കുമായിരുന്നില്ല. മോചനം അല്ലെങ്കിൽ വീണ്ടെടുപ്പ് പൂർണ്ണമായി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. യോനാ പ്രവാചകൻ തൻ്റെ അനുഭവത്തിൽ നിന്നും ഇത് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ദാവീദ് രാജാവും ഇത് പാടിയിട്ടുണ്ട്. പുതിയ നിയമത്തിൻ്റെ ദൂതും അതുതന്നെയാണ്. രക്ഷ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വരുന്നു. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കും. അവൻ കൊടുക്കുന്ന രക്ഷ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും മാത്രമാണ് അവർ ചെയ്യേണ്ടത്. അവർ ഉറച്ചു നിന്നാൽ മതി, ദൈവം പ്രവർത്തിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്കൊരു ചെറുവിരൽ പോലും അനക്കുവാൻ കഴിയുകയില്ല. ഈ കാര്യം നാം ഓരോരുത്തരും എപ്പോഴും ഓർക്കണം. ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് സ്വീകരിക്കുക മാത്രമേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. മറ്റൊന്നും ചെയ്യുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുകയില്ല. 14-ാം വാക്യത്തിൽ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി കാണുവാനായി മോശ ഇസ്രായേലിനെ ഒരുക്കുകയാണ്. അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏക കാര്യം അത് വിശ്വസിക്കുകയും പരാതിയും പരിഭവവും പറയാതെ നിശബ്ദരായി അത് കാണുകയും ചെയ്യുക എന്നതാണ്. ദൈവം തൻ്റെ ജനത്തിന് രക്ഷ വരുത്തുകയും പാപമോചനത്തിൽ കൂടി ലഭ്യമാകുന്ന സമാധാനം കൊടുക്കുകയും ചെയ്യും. 15-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. വടിയെടുത്ത് നിൻ്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? മോശ പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് തീരുമാനമെടുത്തത്.
ഇപ്പോൾ തൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, അതും രൂക്ഷമായ ഒരു വിഷയമാണ്, അവൻ ദൈവത്തെ നോക്കി വിളിച്ചപേക്ഷിക്കുന്നു. ആലോചനയ്ക്കായി, തീരുമാനത്തിനായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് അവൻ ചെല്ലുന്നു. ഇതവൻ്റെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റവും വിജയവുമായിരുന്നു. ഇസ്രായേൽ ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ രക്ഷ കാണേണ്ടതാണ്. എന്നാൽ അവർ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ വിശ്വാസത്തോടെ മുറുകെ പിടിക്കേണ്ടതാണ്. തുടർന്ന് അവരുടെ മരുഭൂമി യാത്രയിലെ അനുസരണത്തിലൂടെ അവർ അവരുടെ വിശ്വാസം വെളിപ്പെടുത്തും എന്ന് നാം കാണുന്നു. ഇസ്രായേൽ എങ്ങനെ ചെങ്കടൽ കടന്നു എന്നതിന് ഇന്ന് പലരും പല വിശദീകരണങ്ങളും നൽകുന്നുണ്ട്. നമ്മുടെ ബുദ്ധിക്ക് ചേരുന്ന, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്ന വിധത്തിൽ ഉള്ള വിശദീകരണങ്ങൾ. ഈ പറയുന്ന വിശദീകരണങ്ങൾ എന്തു തന്നെയായാലും ദൈവം ഒരു അത്ഭുതത്തിൽ കൂടി കടലിനെ വിഭാഗിച്ചു എന്നും ഇസ്രായേൽ മക്കൾ ഉണങ്ങിയ നിലത്തൂടെ നടന്ന് മറുകര കടന്നു എന്നും നമുക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാം. എന്നാൽ എങ്ങനെയാണ് ആ അത്ഭുതം നടന്നത് എന്ന് തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. വേലിയേറ്റവും ഭൂമികുലുക്കവും ഭയങ്കരമായ കാറ്റും എന്നൊക്കെ പറഞ്ഞ് അനേകരും ഇതിനെ തരം താഴ്ത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ പ്രവർത്തനം അവിടെ വ്യക്തമായിരുന്നു. അത്ഭുതം നടന്നു. ദൈവത്തിൻ്റെ കരം അവിടെ വ്യക്തമായി പ്രവർത്തിച്ചു. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നപ്പോൾ അവർ ഉണങ്ങിയ നിലത്തുകൂടിയാണ് മറുകര എത്തിയത്. അവരുടെ പാദങ്ങൾ നനയുവാൻ പോലും വെള്ളം അവിടെ ഇല്ലായിരുന്നു എന്ന കാര്യം ഓർക്കണം. ദൈവത്തിൻ്റെ പ്രത്യക്ഷമായ അത്ഭുതം എന്നല്ലാതെ ഇതിനെ വിശദീകരിക്കുവാൻ ഒരു വിധത്തിലും സാധ്യമല്ല. 17-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ ഞാൻ മിസ്രൈമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും, അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവൻ്റെ സകല സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഫറവോൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന് ചെങ്കടൽ കടക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ സ്വന്തം ആഗ്രഹപ്രകാരമല്ല, പിന്നെയോ ദൈവം അവൻ്റെയും സൈന്യത്തിൻ്റെയും ഹൃദയത്തെ കഠിനമാക്കിയത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ അവരോടത് പറഞ്ഞാൽ അവർ ഒരിക്കലും അത് സമ്മതിക്കില്ല. അവർ നിങ്ങളെ പരിഹസിക്കുകയും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്രായേൽ മക്കളെ വേട്ടയാടി പിടിക്കുകയാണ് എന്ന് വമ്പു പറയുകയും ചെയ്തേനെ. മിസ്രൈമ്യരുടെ ഹൃദയത്തിലിരിക്കുന്നത് ചെയ്യുവാൻ ദൈവം അവരെ പ്രേരിപ്പിക്കുകയാണ്, നിർബന്ധിക്കുകയാണ്. പണ്ടും ഫറവോനെ കൊണ്ട് ഇങ്ങനെ തന്നെയാണല്ലോ ദൈവം പ്രവർത്തിപ്പിച്ചത്. അവൻ്റെ ഹൃദയത്തിലുള്ളത് വെളിയിൽ വരുവാൻ ദൈവം അവനെ നിർബന്ധിച്ചു. അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. 18 മുതൽ നാം വായിക്കുന്നത്, ഇങ്ങനെ ഞാൻ ഫറവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവ ആകുന്നു എന്ന് മിസ്രൈമ്യർ അറിയും. അനന്തരം ഇസ്രായേല്യരുടെ സൈന്യത്തിനു മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്നും മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുൻപിൽ നിന്നും മാറി പിൻപിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേല്യരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. മോശ കടലിന്മേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചുണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഈ വേദഭാഗത്ത് ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളുണ്ട്. മിസ്രൈമ്യർ എന്ന് 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ മക്കളെ പിന്തുടരാതെ മിസ്രൈമിൽ ശേഷിച്ച ആളുകളെയാണ്. ഇസ്രായേൽ മക്കൾ സുരക്ഷിതരായി ചെങ്കടലിന് അക്കരെ കടക്കും. അവരെ പിന്തുടർന്ന മിസ്രൈമ്യർ വെള്ളത്തിൽ നശിച്ചു പോകും. യഹോവ തന്നെ ദൈവമെന്ന് മിസ്രൈമിൽ ശേഷിക്കുന്നവർ അറിയും. അതാണ് അവിടെ പറയുന്നത്. 19-ാം വാക്യത്തിൽ ദൈവദൂതനെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഇവിടെ ദൈവദൂതൻ മനുഷ്യാവതാരത്തിന് മുൻപുള്ള ക്രിസ്തുവായിരുന്നു. ഇസ്രായേൽ മക്കൾക്കും മിസ്രൈമ്യർക്കും ഇടയ്ക്ക് നിന്നത് ദൈവം തന്നെയായിരുന്നു. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചുണങ്ങിയ നിലമാക്കിയത് മൂലമാണ് വെള്ളം തമ്മിൽ വേർപിരിഞ്ഞത് എന്ന് വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഒരു സാധാരണ കാറ്റിന് ഇരുഭാഗത്തും വെള്ളത്തെ മതിലായി നിർത്തുവാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. 22 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. മിസ്രൈമ്യർ പിന്തുടർന്നു. ഫറവോൻ്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിൻ്റെ നടുവിലേക്ക് ചെന്നു.
പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചോട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമ്യർ, നാം ഇസ്രായേലിനെ വിട്ടോടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുവാനുള്ള പദ്ധതി നടപ്പാക്കുമ്പോൾ അവൻ അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും കൂടി പ്രവർത്തിച്ചു എന്ന് നാം കാണുന്നു. അവ പരിശുദ്ധാത്മാവിനെയാണ് കുറിക്കുന്നത്. ഇന്ന് ദൈവം ചെയ്യുന്നത് പോലെ തന്നെ, ഇന്ന് ഒരു ദൈവപൈതൽ നടത്തപ്പെടുന്നത് പോലെ തന്നെ അവർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന ഒരു ദൈവപൈതൽ വാസ്തവത്തിൽ എപ്പോഴും മുന്നേറുകയാണ്. അവർക്ക് സംഭവിക്കുന്നത് നിശ്ചയമായും അസാധാരണമായ കാര്യമാണെന്ന് മിസ്രൈമ്യർക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതിനാൽ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുവാനാണ് ഇപ്പോൾ മിസ്രൈമ്യർ ശ്രമിക്കുന്നത്. പക്ഷേ സാധിക്കുന്നില്ല. ആകെ കുഴഞ്ഞ് താറുമാറായി അവർ നട്ടം തിരിയുകയാണ്. ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏത് കരവും ദൈവം ഇതുപോലെ ആക്കി തീർക്കും എന്ന് മറക്കരുത്. ദൈവവചനം മനസ്സിലാക്കിയിട്ടും അതിനെ അവഗണിച്ച് അതിനോട് നിഷേധഭാവം കാണിക്കുന്ന ഏതൊരു വ്യക്തിയും ഇതുപോലെ താറുമാറാക്കപ്പെടും. 26 മുതലുള്ള വാക്യങ്ങളിൽ, അപ്പോൾ യഹോവ മോശയോട്, വെള്ളം മിസ്രൈമ്യരുടെ മേലും അവരുടെ രഥങ്ങളിന്മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈനീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കടലിന്മേൽ കൈനീട്ടി. പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രൈമ്യർ അതിന് എതിരായി ഓടി. യഹോവ മിസ്രൈമ്യരെ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോൻ്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. അത്ഭുതാതരങ്ങളോടെ മാത്രമേ ഈ ഭാഗം നമുക്ക് വായിക്കുവാൻ കഴിയൂ. കാരണം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിന് സ്വാഭാവികമായൊരു വിശദീകരണം നൽകുവാൻ ആർക്കും കഴിയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവരെന്ന് അവകാശപ്പെടുന്ന അനേകം വിശ്വാസികൾ പോലും ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നത് എങ്ങനെ എന്നതിന് പ്രകൃതിദത്തമായ വിശദീകരണങ്ങൾ കൊടുക്കുന്നതായി ഞാൻ കേൾക്കാറുണ്ട്. ഈ ഭാഗം വായിക്കുമ്പോൾ സ്വാഭാവികമായി ഇത് വിശദീകരിക്കുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കണം. അത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി തന്നെയായിരുന്നു. നിങ്ങൾക്കത് ഒന്നുകിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. 29-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഈ സംഭവം ഒരു അത്ഭുതം തന്നെയല്ലേ? 2 പ്രാവശ്യം ആ കാര്യം നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നു. അവർ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. വെള്ളം അവർക്കിടത്തും വലത്തും മതിലായി നിന്നു. ഇതിനെ തികച്ചും സ്വാഭാവികമായൊരു സംഭവമായി വിശദീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിയുമോ? ഒരിക്കലും സാധിക്കില്ല. 30-31 വാക്യങ്ങളിൽ, ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേല്യരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രൈമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് ഇസ്രായേല്യർ കാണുകയും ചെയ്തു. യഹോവ മിസ്രൈമ്യരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേല്യർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ടു. യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതിൻ്റെ ദൈവോദ്ദേശം ഈ 2 വാക്യങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അവരുടെ മിസ്രൈമ്യ അടിമത്തത്തിൻ്റെ അവസാനം ദൈവം അവരെ രക്തത്താൽ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചപ്പോൾ അവർ ദൈവത്തിൻ്റെ ശക്തി കണ്ടതാണ്. ഇവിടെ ചെങ്കടലിൻ്റെ മുൻപിൽ അവരെ സുരക്ഷിതരായി കൊണ്ടുവരികയും തുടർന്ന് അക്കരെ എത്തിക്കുകയും അവരെ പിന്തുടർന്ന മിസ്രൈമ്യരെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ദൈവം തൻ്റെ ശക്തി വീണ്ടും വെളിപ്പെടുത്തുന്നു. ദൈവം തൻ്റെ മക്കളെ തൻ്റെ ശക്തിയാൽ വിടുവിച്ചു. ദൈവം തൻ്റെ മക്കളെ വിടുവിക്കുവാൻ ഇന്നും ശക്തനും മനസ്സുള്ളവനുമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ ദൈവകരം അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? മുൻപോട്ടും പിൻപോട്ടും വലത്തോട്ടും ഇടത്തോട്ടും തിരിയുവാൻ സാധിക്കാതെ നട്ടം തിരിയുന്ന പ്രിയ സുഹൃത്തെ, മുകളിലോട്ട് നോക്കിയുള്ള നിങ്ങളുടെ നിലവിളിക്ക് തീർച്ചയായും മറുപടി ലഭിക്കും, ലഭിക്കാതിരിക്കില്ല. ദൈവഹിതത്തിനായി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കാണുവാൻ സാധിക്കും. നിൻ്റെ മുൻപിലുള്ള ചെങ്കടലും പിൻപിലുള്ള ഫറവോൻ്റെ സൈന്യവും ദൈവത്തിന് പ്രശ്നമല്ല. ദൈവത്തിൽ ആശ്രയിക്കുകയും അവനെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്.
അത് ഇന്നും അവൻ ചെയ്യുന്നു. എത്ര മഹത്തായ ഒരനുഭവമില്ലേ? ഈ വചനങ്ങൾ തീർച്ചയായും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും, ശക്തീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചതിൻ്റെ അടയാളമല്ല, മറിച്ച് അവിടുത്തെ മഹത്വവും ശക്തിയും വെളിപ്പെടുവാനുള്ള വേദിയാണ് എന്ന് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. തന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവരുടെ ജീവിത സാഹചര്യങ്ങളെ തൻ്റെ മഹത്വത്തിനു വേണ്ടി രൂപാന്തരപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാകുന്നു ക്രിസ്തു അരുളി ചെയ്തിരിക്കുന്നത്.